അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വസഹബി അജ്മഈൻ. ഇംഗ്ലീഷിൽ ഒരു കാര്യം ആൾക്കാർ പറയാറുണ്ട്. അതായത് അവജ്ഞയോടെ പറയുന്നൊരു കാര്യമാണ് ഐ ഡോണ്ട് കെയർ, അല്ലെങ്കിൽ വി ഡോണ്ട് കെയർ, ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് പറയും. എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം പറയുമ്പോൾ ഞങ്ങൾക്ക് അതുകൊണ്ടൊരു പ്രശ്നമില്ല എന്ന് പറയും. ഓക്കെ, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് പറയുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഞാൻ 1999 അവസാനം ഇവിടെ US-ലെത്തി. വന്നിട്ട് ആദ്യം വന്നിറങ്ങിയത് കാലിഫോർണിയയിലാണ്, സാൻ ഫ്രാൻസിസ്കോ എന്ന് പറയുന്ന എയർപോർട്ടിലാണ് വന്നിറങ്ങിയത്. അവിടെ നിന്ന് ഒരു ഒന്നര മാസം ട്രെയിനിങ് കഴിഞ്ഞ് എന്നെ ഇവിടെ നോർത്ത് കരോളൈനയിലോട്ട് അയച്ചു. ഇപ്പോഴും ഞാൻ നോർത്ത് കരോളൈനയിലാണ് ഉള്ളത്. നമ്മളിവിടെ നോർത്ത് കരോളീന എന്ന് എഴുതും, പക്ഷേ ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് കരോളൈന എന്നാണ്, കരോളൈന. അപ്പോൾ ഞാൻ നോർത്ത് കരോളൈനയിൽ വന്ന് ഷാർലറ്റിലല്ല, ഇപ്പോൾ താമസിക്കുന്നത് ഷാർലറ്റാണ്. പക്ഷേ ഞാൻ നേരിട്ട് വന്നത് എൻ്റെ 1.5 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് ഞാൻ വന്നത് റാലി എന്ന് പറയുന്ന സ്ഥലമാണ്. റാലി എന്ന് പറയുന്നത് ഈ നോർത്ത് കരോളൈനയുടെ തലസ്ഥാനമാണ്. അതായത് ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ക്വാർട്ടേഴ്സാണ് റാലി. ഈ സിറ്റി നോക്കുകയാണെങ്കിൽ ഷാർലറ്റാണ് കുറച്ചുകൂടെ വലിയ സിറ്റി. വലിയത് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ബാങ്കുകളും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ഷാർലറ്റാണ് കുറച്ചുകൂടെ ഫൈനാൻഷ്യലി ആക്റ്റീവായിട്ടുള്ള സിറ്റി. പക്ഷേ അഡ്മിനിസ്ട്രേഷൻ അവിടെയാണ്, റാലിയിലാണ്. ഞാൻ റാലിയിൽ 1999 അവസാനം അവിടെ എത്തി. അവിടെ ഒരു 6 മാസം, ആക്ച്വലി ഒരു 3 മാസം ആദ്യം ഞാൻ റാലി വർക്ക് ചെയ്ത്, പിന്നെ ഒരു 1.5 മാസത്തേക്ക് എന്നെ ഈ പിറ്റ്സ്ബർഗ് എന്ന് പറയുന്ന ഒരു സിറ്റിയിലോട്ട്, അത് പെൻസിൽവേനിയ എന്ന് പറയുന്ന സ്റ്റേറ്റാണ്. പെൻസിൽവേനിയയിൽ പിറ്റ്സ്ബർഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു ഫോൺ കമ്പനിയുടെ അവിടെ ഇത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ അയച്ച് 1.5 മാസം തിരിച്ച് പിന്നെയും റാലിയിൽ അതേ പ്രോജക്റ്റിൽ തിരിച്ചു വന്നു. അപ്പോൾ ഈ റാലിയിൽ ഞാൻ താമസിക്കുന്ന സമയത്ത് ആ സമയത്ത് എൻ്റെ ഫാമിലി എത്തിയിട്ടില്ല. ആ സമയത്ത് ഞാൻ തനിച്ചാണ്. ഇവിടെ വന്ന് സെറ്റിലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഫാമിലിയെ കൊണ്ടുവരാം എന്നുള്ള പ്ലാനിലാണ് ഞാൻ വന്നത്. ഞാൻ വന്നിട്ട് സൗദി അറേബ്യയിൽ നിന്ന് 2 കുട്ടികളുമായി വൈഫുമായിട്ട് ഞങ്ങൾ തിരിച്ച് ആലപ്പുഴയിലെത്തി. അവരെ അവിടെ നിർത്തി. ഞാനിവിടെ വന്ന് ഒന്ന് സെറ്റിലായ ശേഷം പിന്നെ ഇവരെ വിളിക്കാം, എന്നാലേ ഇവിടെ വന്നിട്ട് നമുക്ക് താമസിക്കാനുള്ള അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അവരെ അവിടെ നിർത്തി ഞാനിവിടെ വന്നു. അപ്പം ഞാൻ പറയാൻ കാരണം, ആദ്യത്തെ 6 മാസം റാലിയിൽ ഞാൻ അവിടെ താമസിക്കുമ്പം ഒരു ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. ഓക്കെ, ഹോട്ടൽ നല്ലൊരു ഈ അറിയപ്പെടുന്ന ഹോട്ടലാണ്, റാഡിസൺ ഗവർണേഴ്സ് ഇൻ എന്ന് പറയുന്നൊരു ഹോട്ടൽ. ഇവിടെ പല തരത്തിലുള്ള ഹോട്ടലുണ്ട്, ഇൻ്റർനാഷണൽ ചെയിൻസ്, ഹിൽട്ടൺ, പിന്നെ അതുപോലെ തന്നെ ഹോളിഡേ ഇൻ, റമഡ, ഇങ്ങനെയുള്ള കുറേ എല്ലാം ഉണ്ടല്ലോ. അതിൻ്റെ കൂട്ടത്തിലൊന്നാണ് റാഡിസൺ ഗവർണേഴ്സ് ഇൻ. അങ്ങനെ ഹോട്ടലിൽ താമസിക്കുമ്പോൾ എൻ്റെ ഹോട്ടലിൽ നിന്ന് എൻ്റെ വർക്ക് പ്ലേസ്, എൻ്റെ പ്രോജക്റ്റ് നടക്കുന്ന സ്ഥലം, അത് ഒരു 2-3 മിനിറ്റ്, 4 മിനിറ്റ് കൂടി എന്നാൽ 4 മിനിറ്റ് വണ്ടി ഓടിച്ചാൽ മതി. അതായത് ഒരു റോഡിൻ്റെ അക്കരെയാണ് നമ്മുടെ ഓഫീസ്, ഇക്കരെയാണ് ഹോട്ടൽ നിൽക്കുന്നത്. പക്ഷേ നടന്നു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാര്യം കുറച്ച് നടക്കാനുണ്ട്. പക്ഷേ വണ്ടിയിലാണെങ്കിൽ 4-5 മിനിറ്റേ ഉള്ളൂ, 3-4 മിനിറ്റേ ഉള്ളൂ. അങ്ങനെ അവരുടെ ഈ ഹോട്ടലിൻ്റെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. അവർക്ക് തന്നെ ഷട്ടിലുണ്ട്. അപ്പോൾ അവർ രാവിലെ കൊണ്ട് വിടുമായിരുന്നു. രാത്രി വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞാൽ 4 മണിക്കോ 5 മണിക്കോ അവർ തിരിച്ചൊന്ന് പിക്ക് ചെയ്യുകയും ചെയ്യും. ആ സൗകര്യം ആ ഹോട്ടൽ പ്രൊവൈഡ് ചെയ്തിരുന്നു. ഇത് ഞാൻ പറയുന്നത് 25-26 കൊല്ലം മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറയുമ്പോഴും കുറേയൊക്കെ എനിക്ക് പഴയ കാര്യങ്ങൾ ഓർത്ത് വേണം പറയാൻ. ചിലപ്പം ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഞാൻ അവിടെ താമസിക്കുന്ന സമയത്ത്, ആ ഹോട്ടലിൽ താമസിച്ച സമയത്ത് ഒരു ദിവസം ഇവിടെ വേറൊരു കാര്യമുള്ളത്, ആൾക്കാരൊക്കെ ഈ പുറത്തിറങ്ങുമ്പോൾ എല്ലാ ദിവസവും രാവിലെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുമ്പ്
അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു ഈ നമ്മളിപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ്. ഓക്കെ, ഇത് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് തിങ്കളാഴ്ച രാത്രിയാണ്. ഇവിടെ രാത്രി 9:30 ആയി. ഓക്കെ, ഇപ്പം നമ്മൾ ഈ ശനിയാഴ്ച അല്ലെങ്കിൽ ഈ വെള്ളിയാഴ്ച ഇവിടെ എവിടെയെങ്കിലും നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വെതർ ചാനൽ ചെക്ക് ചെയ്യും. വെതർ ചെക്ക് ചെയ്തിട്ട് മഴയുണ്ടോ, വെയിലുണ്ടോ, തണുപ്പുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ മഴയുണ്ടെന്നുണ്ടെങ്കിൽ പ്ലാൻ ക്യാൻസൽ ചെയ്യും, വെയിൽ കൂടുതലാണെങ്കിൽ ക്യാൻസൽ ചെയ്യും. ഇതൊക്കെ നോക്കിയിട്ടാണ് ആൾക്കാർ ചെയ്യുക. അപ്പോൾ നമ്മളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കുറച്ച് ദിവസം പിടിച്ചാൽ നമ്മളും പിന്നെ ആ ഒരു സ്റ്റൈലിലെത്തും. അതായത് നമ്മളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് വെതർ ചെക്ക് ചെയ്യും. അങ്ങനെ ഞാനവിടെ ആ ഹോട്ടലിൽ താമസിക്കുന്ന സമയത്ത് ഒരു വെതറിൻ്റെ വാർണിംഗ് വന്ന്, അതായത് ഇവിടെ ഐസ് സ്റ്റോം, അതായത് സ്നോ സ്റ്റോം വരാൻ പോവാണ്. അതായത് മഞ്ഞ് വീഴാൻ പോവാണ്. ഭയങ്കരമായ മഞ്ഞായിരിക്കും. ഇത് വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരു വലിയൊരു മഞ്ഞാണ്. ഇങ്ങനെയൊക്കെ ഒരു ന്യൂസ് അവിടെ വന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ന്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഇവിടെ പിന്നെ ഭയങ്കരമായ പ്രിപ്പറേഷനിലാണ്. അപ്പം ഒന്നെങ്കിൽ ചിലപ്പം ഈ ടൊർണേഡോ വാർണിങ്, ടൊർണേഡോ ഒക്കെ പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മുടെ സ്ഥലത്ത് ടൊർണേഡോ ഇല്ല. ടൊർണേഡോ എന്ന് പറയുമ്പോഴത്തേക്ക് ചുഴലിക്കാറ്റ്. നമ്മുടെ ഇവിടെ ടൊർണേഡോ ഇല്ല. ടൊർണേഡോ ഉള്ള സ്ഥലങ്ങൾ വേറെയുണ്ട്. ഇവിടെ ഈ പറഞ്ഞ ഈ സ്നോ സ്റ്റോം വർഷത്തിൽ ചിലപ്പോൾ 1-2 പ്രാവശ്യം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇത് വാർണിംഗ് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെ എല്ലാം പ്ലാൻ ചെയ്യും. അതായത് കടകളൊക്കെ അടച്ചു പോകും എന്ന് നേരത്തെ അറിയാം. അതുകൊണ്ട് വെള്ളം സ്റ്റോക്ക് ചെയ്യും. അതുപോലെ തന്നെ ആഹാര സാധനങ്ങൾ, പാല്, മുട്ട, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യും. ഞാൻ പിന്നെ ഹോട്ടലിലായത് കാരണം തനിച്ചാണ്, ഹോട്ടലിലാണ്. അവിടെ കുക്കിംഗ് ഒന്നുമില്ല. താഴെ ഹോട്ടലിൻ്റെ താഴെ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ പോയി ഭക്ഷണം കഴിക്കും, തിരിച്ചു വരും. എനിക്ക് വേറെ എവിടെയും പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാനൊന്നും ചെയ്തില്ല. മാത്രമല്ല, ഈ സ്നോ സ്റ്റോം എന്ന് പറയുന്ന ഈ സംഗതി എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് മഞ്ഞ് വീഴാൻ പോകുന്നു എന്ന് ആൾക്കാർ പറയുന്നുണ്ടെന്നല്ലാതെ എന്താണ് മഞ്ഞ് എങ്ങനെ ഉണ്ടാവും നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ ഡൽഹിയിൽ മഞ്ഞ് വീണിട്ടില്ല. അതായത് നല്ല തണുപ്പുണ്ടാവും. പക്ഷേ അവിടെ ഒരിക്കലും ഞാനുണ്ടായ സമയത്തൊന്നും ഈ മഞ്ഞ് കണ്ടിട്ടില്ല. ഈ വെള്ള പരവതാനി അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടതായിട്ട് ഞാൻ 1.5 കൊല്ലം ഡൽഹിയിൽ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പരിചയവുമില്ല. പിന്നെ സൗദി അറേബ്യയിലാണെങ്കിൽ മരുഭൂമിയാണ്. അവിടെയാണെങ്കിൽ പിന്നെ മഞ്ഞ് പോയിട്ട് മഴ പോലും വളരെ റെയറായിട്ടാണ് പെയ്യുന്നത്. അങ്ങനെ ഇവിടെ വന്നപ്പം മഞ്ഞ് വരുന്നു എന്നുള്ള ഭയങ്കരമായ ന്യൂസ് വന്നു. അങ്ങനെ ആ 2, 3, 4 ദിവസം മുമ്പ് തന്നെ ഇവർ പറയാൻ തുടങ്ങി. പിന്നെ പറഞ്ഞ് ആ ദിവസം എത്തി. അന്ന് രാത്രി ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം മഞ്ഞ് പെയ്യാൻ തുടങ്ങി. അപ്പോൾ മഞ്ഞ് പെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് കാണാൻ രസമാണ്. ഈ പഞ്ഞി പോലത്തെ സംഗതി ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അതായത് സ്പീഡ് കൂടും, ചിലപ്പോൾ സ്പീഡ് കുറയും, ചിലപ്പോൾ ഭയങ്കരമായ സ്പീഡിൽ വരും. അപ്പം ഞാനിങ്ങനെ എൻ്റെ ഹോട്ടലിൻ്റെ ജനലിൽ നോക്കുന്നുണ്ട്, മഞ്ഞ് പെയ്യുന്നുണ്ട്. കുറേ കഴിഞ്ഞ് കണ്ട് പിന്നെ ഒരു ഐഡിയ കിട്ടി, എന്താണ് ഈ മഞ്ഞെന്നുള്ള ഐഡിയ കിട്ടി. ഞാൻ കിടക്കാൻ പോയി, കിടന്നുറങ്ങി. അപ്പോൾ രാവിലെ ഓഫീസിൽ പോകണം. ഇൻഷാ അല്ലാ വണ്ടി വരും. ബാക്കി എല്ലാ ദിവസവും പോകുന്ന പോലെ തന്നെ പ്ലാനുണ്ട്. അങ്ങനെ കിടന്നുറങ്ങി. രാവിലെ എണീച്ച് ഞാൻ ജനലിലൂടെ നോക്കുമ്പോൾ അവിടെ കിടന്ന വണ്ടി പാർക്ക് ചെയ്ത നമ്മുടെ ഹോട്ടലിൻ്റെ ജനലിൽ നോക്കിയാൽ പാർക്കിംഗ് ലോട്ടാണ്. പാർക്കിംഗ് ലോട്ടിൽ മൊത്തം വണ്ടികൾ കിടപ്പുണ്ട്. ഉറങ്ങുമ്പോൾ ആ ഒരൊറ്റ വണ്ടിയും കാണുന്നില്ല. എല്ലാ വണ്ടിയും മഞ്ഞിനടിയിലാണ്. അത്രമാത്രം മഞ്ഞ് വീഴുമെന്നുള്ളത് എനിക്ക് യാതൊരു തരത്തിലുള്ള എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നില്ല. അതായത് വണ്ടിയൊന്നും കാണുന്നില്ല, വണ്ടിയൊക്കെ മഞ്ഞിൽ മൂടിപ്പോയി, എല്ലാം മൂടിപ്പോയി. അപ്പം മനസ്സിലായി ഇത് ചെറിയ കാര്യമൊന്നുമല്ല. ഇനിയിപ്പം എങ്ങനെ ഓഫീസിൽ പോകുന്ന നടക്കത്തില്ലല്ലോ. ഓഫീസിൽ എങ്ങനെ പോകും ഇത്രയും മഞ്ഞുള്ള സമയത്ത്? മാത്രമല്ല, ഈ ന്യൂ ജേഴ്സി എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിൽ നിന്ന് വളരെയധികം ആൾക്കാർ ആദ്യം വന്ന ആൾക്കാർ, അതായത് ഈ പണ്ടൊക്കെ ഈ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലോട്ട് അധികവും നമ്മുടെ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ളത് ഗൾഫ് രാജ്യങ്ങളിലോട്ട് പോയ ആൾക്കാരാണ്. എസ്പെഷ്യലി മലബാർ ഏരിയയിൽ നിന്നും മറ്റൊക്കെ ഗൾഫ് രാജ്യത്തോട്ട് ഇഷ്ടംപോലെ ആൾക്കാർ പോയിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ മുമ്പ് തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് കുറേയധികം ക്രിസ്ത്യൻ സഹോദരന്മാർ
അവർ പണ്ട് മുതൽ തന്നെ യു എസിൽ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ അധികം ആൾക്കാരും വന്നിരിക്കുന്നത് ആ ന്യൂ ജേഴ്സി ആ ഭാഗത്താണ്. ഇപ്പോഴും എൻ്റെയും കുറേ ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ട്. ആലപ്പുഴക്കാർ ഫ്രണ്ട്സ് അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ന്യൂ ജേഴ്സി, ന്യൂയോർക്ക് ഭാഗത്തൊക്കെ മഞ്ഞ് ഒരു സ്ഥിരം സംഭവമാണ്. അത് ഈ തണുപ്പ് സമയം ആയിക്കഴിഞ്ഞാൽ അവിടെ മഞ്ഞ് എക്സ്പെക്റ്റഡ് ആണ്. വളരെ വലിയ രീതിയിൽ മഞ്ഞ് പെയ്യുകയും ചെയ്യും. ഇതുപോലെ തന്നെ ഷിക്കാഗോ, പിന്നെ മിഷിഗൻ, ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. മഞ്ഞ് ഉറപ്പായിട്ടും പെയ്യുന്ന സ്ഥലമാണ്. അത് അവർക്കറിയാം. 4-5 മാസം തണുപ്പാണ്, കൊടും തണുപ്പാണ്, നല്ല രീതിയിൽ മഞ്ഞ് പെയ്യും. കാനഡയിലും വളരെയധികം സ്ഥലങ്ങളിൽ ഇങ്ങനെയാണ്. അതൊക്കെ അവർക്കറിയാം. അതുകൊണ്ട് അവർ പ്രിപ്പയർഡാണ്. അതായത് അവർക്ക് മഞ്ഞ് പെയ്ത് കഴിഞ്ഞാൽ പിന്നെ മഞ്ഞ് റോഡിൽ നിന്ന് മാറ്റാനുള്ള വണ്ടികളുണ്ട്. അതായത് വണ്ടിയുടെ മുമ്പിൽ വലിയ വലിയ ഈ ട്രാക്ടർ പോലുള്ള സംഗതികൾ, അതിൻ്റെ മുമ്പിൽ ഒരു മെറ്റലിൻ്റെ ഷീറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു നല്ലൊരു കട്ടിയുള്ള സാധനം. അതിങ്ങനെ ഓടിച്ച് മഞ്ഞിനെ അവർ പറയുന്നത് പ്ലോ ചെയ്യുമെന്ന് പറയും. മഞ്ഞിനെ ഇങ്ങനെ റോഡിൽ നിന്ന് 2 സൈഡിലോട്ട് മാറ്റി റോഡ് ക്ലിയർ ആവും. ആക്ച്വലി മഞ്ഞ് പെയ്യുന്നതിന് മുമ്പ് തന്നെ അവർ ഇവിടെ മഞ്ഞ് പെയ്താൽ അത് ഉരുക്കി കളയാനുള്ള ഒരു തരത്തിലുള്ള ഒരു ഉപ്പുണ്ട്, ഈ മഞ്ഞിന് വേണ്ടി മാത്രമുള്ള. അപ്പോൾ ആ ഉപ്പൊക്കെ നേരത്തെ തന്നെ അവർ റോഡിൽ ഭയങ്കരമായ രീതിയിൽ അതിനൊക്കെ വണ്ടിയും സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട്. അവർ റോഡിലൊക്കെ ഉപ്പ് വിതറും. പിന്നെ മഞ്ഞ് പെയ്താൽ കുറേയൊക്കെ അലുത്ത് പോവും. ബാക്കിയുള്ളത് അത് ഈ വണ്ടി വന്ന് മാറ്റും. ഇതൊക്കെ അവർ ഓൾറെഡി പ്രിപ്പയർഡാണ്. വലിയ വലിയ മഞ്ഞ് പെയ്താലും അവിടുത്തെ സംഗതികളൊക്കെ സിസ്റ്റമൊന്നും നിൽക്കുന്നില്ല. സിസ്റ്റമൊക്കെ ഓടും. അതിനുള്ള സജ്ജീകരണങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ സ്ഥലത്ത് ഈ ഷാർലറ്റ്, അതുപോലെ തന്നെ നോർത്ത് കാരോലൈനയിലെ വേറെ സിറ്റി, ഇവിടെ ഒന്നും മഞ്ഞ് അത്ര വലിയൊന്നും എക്സ്പെക്റ്റഡ് അല്ല. ചിലപ്പോൾ പെയ്യും, ചിലപ്പോൾ പെയ്യത്തില്ല. 1 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം അങ്ങനെയൊക്കെയാണ് വർഷത്തിൽ. അതുകൊണ്ട് ഇവിടെ അത്ര പ്രിപ്പയർഡും അല്ല. അപ്പോൾ ഈ മഞ്ഞ് ഇപ്രാവശ്യം പെയ്തപ്പം തീരെ പ്രിപ്പയർഡ് ആയിരുന്നില്ല. അതുകൊണ്ട് എല്ലാ സ്കൂളുകളും അടച്ച്, ഓഫീസുകളും അടച്ച്. അപ്പം ഞാൻ പിന്നെ ഒരു 4-5 ദിവസം, എനിക്കൊരു 5 ദിവസം ഓഫീസും ഇല്ല, എവിടെയും പോകാനില്ല, ഹോട്ടലിൽ തന്നെ. അല്ലെങ്കിൽ ഞാൻ ഹോട്ടലാണ് താമസിക്കുന്നത്. രാവിലെ ഓഫീസിൽ പോവും, ഉച്ച കഴിഞ്ഞ് 4-5 മണിയാകുമ്പോൾ തിരിച്ച് വരും. ഇപ്പോൾ അതുമില്ല. പിന്നെ റൂമിനകത്ത് കുത്തിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ, വേറൊന്നും ചെയ്യാനില്ല. ജനലും തുറന്ന് നോക്കിയാൽ മഞ്ഞ് കാണാം, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ടി വി ഉണ്ട്, ടി വി കണ്ടുകൊണ്ടിരിക്കാം. ഇതേ ഉള്ളൂ ചെയ്യാനുള്ളൂ. അങ്ങനെ ആ സമയത്ത് അവിടെ താമസിക്കുന്ന സമയത്ത് താഴെ ഭക്ഷണം കഴിക്കാൻ പോകും. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോവും, ലഞ്ചിന് പോവും, ഡിന്നറിനും പോവും. അപ്പോൾ അവരുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാണ്. ഞാൻ പോയി അവിടെ പിന്നെ എല്ലാം പെയ്ഡാണ്, പോയി ഓർഡർ ചെയ്ത സംഗതി കൊണ്ടുവരും. അങ്ങനെ അവിടെ പോയി ഇരിക്കുമ്പം ഒരു പ്രാവശ്യം ഈ മഞ്ഞിൻ്റെ സമയത്ത് അവിടെയുള്ള ആൾക്കാരായിട്ട് ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു കക്ഷിയെ കണ്ടു. അയാളടുത്ത് സംസാരിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ ആ സമയത്ത് ഞാൻ ബൈബിളിനെ കുറിച്ച്, ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് ദാവയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇവിടെ വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഓൾറെഡി ഉണ്ട്, ഇവിടുത്തെ ആൾക്കാരെ കാണുമ്പോൾ സംസാരിക്കണം, ജീസസിനെ കുറിച്ച് സംസാരിക്കണം, പിന്നെ ബൈബിളിനെ കുറിച്ച് സംസാരിക്കണം, ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരാളെ, എസ്പെഷ്യലി ഒരു അമേരിക്കനെ കിട്ടിയാൽ നമ്മൾ എൻ്റെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം, അവരുടെ റിപ്ലൈ കേൾക്കണം, ഇങ്ങനെയുള്ളൊരു ആഗ്രഹം പണ്ടേ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ആളായിട്ട് തുടങ്ങി. ഞാൻ ബൈബിളിനെ കുറിച്ച് എന്തൊക്കെയോ, അതായത് ഓൾഡ് ടെസ്റ്റമെൻറ്റിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ സംസാരിച്ചപ്പോൾ മനസ്സിലായി ഇദ്ദേഹം ക്രിസ്ത്യനല്ല, ഇദ്ദേഹം ജൂതനാണ്, യഹൂദിയാണ്. അപ്പം ഞാൻ എന്തോ ബൈബിളിനെ കുറിച്ച്, ഓൾഡ് ടെസ്റ്റമെൻറ്റിനെ കുറിച്ചോ, ജൂതമതത്തെക്കുറിച്ചോ, പിന്നെ മൂസ അലൈഹി സ്വലാമിനെക്കുറിച്ചോ എന്തോ ഒരു കാര്യം ഞാൻ പറഞ്ഞു. എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല, എന്താണ് ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇയാളുടെ മറുപടി ഐ ഡോണ്ട് കെയർ എന്ന് വെച്ചാൽ ഞങ്ങൾക്കതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. അതായത് ജൂതനാണ്, ജൂതമത വിശ്വാസിയാണ്, മൂസ അലൈഹി സ്വലാമിൻ്റെ പിൻപറ്റിയ ആളാണ് എന്ന് വാദിക്കുന്നവരാണ്. ദൈവം തമ്പുരാൻ, അവർ ഇംഗ്ലീഷിൽ പറയല്ലോ ചോസൻ പീപ്പിൾ ഓഫ് ഗാഡ് എന്ന് പറയുന്ന ആൾക്കാരാണ്. പക്ഷേ ബൈബിളിലെ ദൈവത്തിൻ്റെ എന്തൊരു കാര്യം ഞാൻ പറഞ്ഞപ്പം റിപ്ലൈ തന്നത് ഐ ഡോണ്ട് കെയർ. എനിക്കത് കേട്ടിട്ട് അതിശയമായി പോയി. അതായത് ഇനിയിപ്പോൾ എന്ത് സംസാരിക്കും? അതായത് ദൈവത്തിനെ കുറിച്ചൊരു കാര്യം അവരുടെ ബൈബിളിൽ നിന്ന് എടുത്ത് പറയുമ്പം
അത് അത് ഇല്ലയെന്ന് പറയല്ല, ഞങ്ങൾക്കതുകൊണ്ട് യാതൊരു കാര്യമില്ല, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്നാണ് മൂപ്പരുടെ റിപ്ലൈ. അപ്പോൾ ഞാനീ പറയാൻ കാരണം ഇങ്ങനെ തന്നെയാണ് ആക്ച്വലി ഈ നമ്മുടെ ജീസസ് ക്രൈസ്റ്റ് അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം ഇവരുടെ അടുത്ത് 2000 വർഷം മുമ്പ് വന്നപ്പം ഇവർ അവിടെ ഉണ്ടായിരുന്ന ഒട്ടനവധി ആൾക്കാർ, അതായത് ഭൂരിപക്ഷം ആൾക്കാർ അങ്ങനെയുള്ള ആ അപ്രോച്ചാണ് ജീസസിനോട്, അതായത് ഈസ അലൈഹിസ്സലാമിനോട് അന്ന് കാണിച്ചത്. ആ ജീസസ് ക്രൈസ്റ്റ് വന്നപ്പോൾ ഇവർ ഓൾറെഡി, ഈ യഹൂദ മതക്കാർ ഓൾറെഡി അവരൊരു മിഷിഹ, മസായ, ഇംഗ്ലീഷിൽ മസായ എന്ന് പറയും, മസായ വരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ജീസസ് ക്രൈസ്റ്റ് വന്നപ്പം ജീസസ് ക്രൈസ്റ്റിന് അതായത് അച്ഛനില്ലാതെ, അതായത് മദർ മാത്രമായിട്ട് ഒരു അമാനുഷികമായ രീതിയിൽ ജീസസ് ക്രൈസ്റ്റിൻ്റെ ജന്മം എടുത്തപ്പോൾ അത് ഒരു കാരണമാക്കി എടുത്തിട്ട് ഇതൊരു ജാരസന്തതിയാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. അതായത് അവർ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ് ഇരുന്ന ആ ഒരു മസായ, മിഷിഹ, ക്രൈസ്റ്റ് വന്നപ്പോൾ അത് വളരെ നിസ്സാരമായ ഒരു ആറ്റിറ്റ്യൂഡ് കാണിച്ചിട്ട് തള്ളിക്കളഞ്ഞെന്ന് മാത്രമല്ല, എന്തെല്ലാം രീതിയിൽ എതിർക്കാൻ സാധിക്കുമോ ആ രീതിയിലൊക്കെ എതിർത്തിട്ട് അവസാനം കൊല്ലാൻ വരെ ശ്രമിച്ചു. കൊന്നു എന്നാണ് അവരിപ്പോഴും വിചാരിക്കുന്നത്. അവർ വിചാരിക്കുന്നത് ഇത് കള്ളപ്രവാചകനായിരുന്നു, കള്ളമിഷിഹ ആയിരുന്നു, ഇദ്ദേഹത്തെ ഞങ്ങൾ കുരിശി കയറ്റി എന്ന് പറഞ്ഞ് സന്തോഷിച്ചിട്ടാണ് അന്നും ഇരുന്നത്, ഇന്നും ഇരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്. ജീസസ് ക്രൈസ്റ്റിനോട് പടച്ചവൻ അയച്ച ഒരു മിഷിഹായെ അവർ തന്നെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മിഷിഹായെ വന്നപ്പം അവരിങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്. ഐ ഡോണ്ട് കെയർ, ഇങ്ങനെയാണ് അവരുടെ ഇന്നത്തെ ആറ്റിറ്റ്യൂഡ്. ഞാനീ ഇദ്ദേഹം പറഞ്ഞതും അന്നും അത് തന്നെ ആയിരുന്നു. ഇനിയിപ്പം നമ്മുടെ ഈ ക്രിസ്തീയ സഹോദരന്മാരുടെ കാര്യം ആലോചിച്ച് നോക്കാം. നമ്മൾ ഒരിക്കലും ഒരു മതത്തെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ ചെറുതായി കാണുകയോ ഈസ അലൈഹി സ്വലാമിനെ നമ്മൾ ഒരിക്കലും, അതായത് ജീസസ് ക്രൈസ്റ്റിനെ നമ്മൾ ഒരിക്കലും ഒരു വാക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ജീസസ് ക്രൈസ്റ്റിൻ്റെ പേരിന്, മഹിമയ്ക്ക്, ജീസസ് ക്രൈസ്റ്റിൻ്റെ ആ സ്ഥാനത്തിന് എന്തെങ്കിലും കോട്ടം തട്ടുന്ന ഒരു കാര്യം നമ്മൾ ചിന്തിക്കില്ല, പറയില്ല, നമ്മൾ ഒരു ആക്ഷൻ എടുക്കില്ല. എപ്പോഴും ജീസസ് ക്രൈസ്റ്റ് കേൾക്കുമ്പോൾ നമ്മൾ അലൈഹിസ്സലാം എന്ന് പറയും. ജീസസ് ക്രൈസ്റ്റിൻ്റെ ഉമ്മയുടെ പേര് കേൾക്കുമ്പം നമ്മൾ അലൈഹിസ്സലാം എന്ന് പറയും. അപ്പോൾ നമ്മൾ അത്രയും റെസ്പെക്റ്റോടെയാണ് ജീസസ് ക്രൈസ്റ്റിനെയും മറിയം അലൈഹിസ്സലാമിനെയും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നോക്ക്, ഈ യഹൂദ മതക്കാർ ജീസസ് ക്രൈസ്റ്റ് വന്നപ്പം എങ്ങനെയുള്ള സമീപനം കാണിച്ചു, അതേ സമീപനം ആണോ, എൻ്റെ ചോദ്യമാണ്, അതേ സമീപനം ആണോ, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കുക, അതേ സമീപനം അല്ലേ നമ്മൾ ഇപ്പോൾ കാണുന്ന, അതായത് ക്രിസ്തീയ സഹോദരന്മാരും ജീസസ് ക്രൈസ്റ്റിൻ്റെ തന്നെ ശിക്ഷണം, ജീസസ് ക്രൈസ്റ്റ് തന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ എങ്ങനെ ആണ് നമ്മുടെ ക്രിസ്തീയ സഹോദരന്മാർ ട്രീറ്റ് ചെയ്യുന്നത്? ഇതിപ്പം നമ്മുടെ യഹൂദ മതക്കാർ നിൽക്കുന്നു, ഓക്കെ, അവരുടെ അടുത്തേക്ക് ജീസസ് ക്രൈസ്റ്റ് വന്നപ്പോൾ ജീസസ് ക്രൈസ്റ്റിനെ അവർ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്തു, അറ്റാക്ക് ചെയ്തു, അവർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു, കംപ്ലീറ്റ് ആയിട്ട് തഴഞ്ഞു എന്ന് മാത്രമല്ല എതിരായിട്ട് വർക്ക് ചെയ്ത് കൊല്ലാൻ ശ്രമിച്ചു, ഗുരുതരമായ കാര്യങ്ങൾ ചെയ്തു, അല്ലേ? എന്നിട്ട് ജീസസ് ക്രൈസ്റ്റിൻ്റെ ഫോളോവേഴ്സ്, അത് കഴിഞ്ഞിട്ട് ജീസസ് ക്രൈസ്റ്റിൻ്റെ ഫോളോവേഴ്സ് ജീസസ് ക്രൈസ്റ്റ് പഠിപ്പിച്ച കാര്യങ്ങൾ, അത് ജീസസ് ക്രൈസ്റ്റ് പഠിപ്പിച്ച കാര്യങ്ങൾ ആ ഫസ്റ്റ് നൂറ്റാണ്ടിൽ ആ ജീസസ് ക്രൈസ്റ്റിൻ്റെ അപ്പോസ്തലന്മാരുണ്ടായിരുന്ന സമയത്ത് പത്രോസും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ ജീസസ് ക്രൈസ്റ്റിൻ്റെ അതേ രീതിയിൽ അവർ പ്രവർത്തിച്ചു. അവർ ജീസസ് ക്രൈസ്റ്റ് ഓൾഡ് ടെസ്റ്റമെൻ്റ്, അതായത് ജീസസ് ക്രൈസ്റ്റ് കമാൻഡ്മെൻറ്റ്സ് നിലനിർത്തി ജീവിച്ചു. അതേപോലെ തന്നെ ജീസസ് ക്രൈസ്റ്റിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അപ്പോസ്തലന്മാർ, ജീസസ് ക്രൈസ്റ്റിൻ്റെ കൂടെ താമസിച്ചിരുന്ന, അവരുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന അപ്പോസ്തലന്മാരും
അതേപോലെ തന്നെ ജീസസ് ക്രൈസ്റ്റിനെ പോലെ തന്നെ അവരും പ്രവർത്തിച്ചു. അത് കഴിഞ്ഞ് വന്ന പൗലോസ്, സെയിൻറ്റ് പോൾ എന്ന് പറയുന്ന പൗലോസ് വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവന്ന് ജീസസ് ക്രൈസ്റ്റിൻ്റെ ശിക്ഷണം കംപ്ലീറ്റ് ആയിട്ട് മാറ്റി പുതിയൊരു ശിക്ഷണം കൊണ്ടുവന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് നമ്മുടെ ക്രിസ്തീയ സഹോദരന്മാർ, നിങ്ങൾ കേൾക്കുന്ന ആൾക്കാരിൽ തീർച്ചയായിട്ടും എൻ്റെ ക്രിസ്തീയ സഹോദരന്മാരും സഹോദരിമാരും ഉണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ പൗലോസ്, സെയിൻറ്റ് പോൾ പറയുന്നതാണോ നിങ്ങൾക്ക് പ്രധാനം? അതാണോ നിങ്ങൾ എടുക്കാൻ പോകുന്നത്? അതല്ല ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞ കാര്യങ്ങളാണോ പ്രധാനം? ജീസസ് ക്രൈസ്റ്റ് നമുക്കറിയാം, നമ്മുടെ ഈ ന്യൂ ടെസ്റ്റമെൻറ്റിൽ ജീസസ് ക്രൈസ്റ്റ് ഒരു കാര്യം പറഞ്ഞു. ജോൺ എന്ന് പറയുന്ന സുവിശേഷം, യോഹന്നാൻ എന്ന് പറയുന്ന സുവിശേഷത്തിൽ ജീസസ് ക്രൈസ്റ്റ് പറയാണ്, അത് വളരെ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ജീസസ് ക്രൈസ്റ്റ് പറയാണ്, ഇത് ജോണിൽ 17:3, 17-ാമത്തെ ചാപ്റ്റർ 3-ാമത്തെ വചനം പറയാണ്, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതത്രേ നിത്യജീവൻ. നോക്കിക്കേ, വളരെ ക്ലിയറായിട്ട്, ഇതിനേക്കാളും ക്ലിയർ വേറൊന്നുമില്ല. അതായത് ഏക സത്യദൈവം നീ എന്ന് ജീസസ് ക്രൈസ്റ്റ് പറയുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇന്ന് ജീസസ് ക്രൈസ്റ്റിനും ദൈവമാക്കി. ജീസസ് ക്രൈസ്റ്റ് പറയുന്നു, നീയാണ് ഏക സത്യദൈവം, നീ അയച്ച യേശു ക്രിസ്തു എന്ന് പറഞ്ഞു. പക്ഷേ നമ്മളിപ്പം യേശു ക്രിസ്തുവിനെ ദൈവമാക്കി. അപ്പോൾ എൻ്റെ ചോദ്യം നോക്കിക്കേ, നമ്മളന്ന് ഈ യഹൂദ മതക്കാർ, അവർ ജീസസ് ക്രൈസ്റ്റ് വന്നപ്പം എങ്ങനെ അവർ തഴഞ്ഞു, എങ്ങനെ അവർ ജീസസ് ക്രൈസ്റ്റിൻ്റെ എതിരായിട്ട് പോയി, അങ്ങനെ തന്നെയല്ല നമ്മളും ഇന്ന് ചെയ്യുന്നത്. അതായത് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മൾ പറയുന്നത് വി ഡോണ്ട് കെയർ. ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞ കാര്യമാണ്, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച യേശു ക്രിസ്തു. ഏക സത്യദൈവം എന്ന് പറയുമ്പോൾ അതിനെയാണ് ഇസ്ലാം പറയുന്നത്. പക്ഷേ അത് നമ്മൾ ഇന്ന് കാണുന്നത് വെച്ചാൽ, ക്രിസ്തീയ സഹോദരന്മാർ ഒന്നെങ്കിൽ അറിവില്ലായ്മ കൊണ്ട്, അല്ലെങ്കിൽ വി ഡോണ്ട് കെയർ എന്നുള്ള ആറ്റിറ്റ്യൂഡ്, സെയിം ആറ്റിറ്റ്യൂഡ്. ഇനി വേറൊരു കാര്യം നോക്കുക, ജീസസ് ക്രൈസ്റ്റ് പറയുന്നത്, ഓക്കെ, ഇത് മാത്യു 5:17 മുതൽ 19 വരെയുള്ള വചനങ്ങൾ, 5 ചാപ്റ്റർ 5, 17 മുതൽ 19 വരെ വചനങ്ങൾ. ജീസസ് ക്രൈസ്റ്റ് വളരെ ക്ലിയറായിട്ട് പറയുന്നൊരു കാര്യമാണ്, ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ ദുർബലമാക്കുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് നിരൂപിക്കരുത്. ദുർബലമാക്കുവാൻ അല്ല, നിവർത്തിക്കുവാൻ അത്രേ ഞാൻ വന്നിരിക്കുന്നത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുവോളം, സകലവും നിവൃത്തിയാവുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു യോധോ ഒരു പുള്ളിയോ ഒരു നാളും ഒഴിഞ്ഞു പോവുകയില്ല. ഓക്കെ, എന്നിട്ട് പറയാണ്, ഇത് 17, 18, 19 3 വചനങ്ങളാണ്. എന്നിട്ട് ജീസസ് ക്രൈസ്റ്റ് പറയാണ്, ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ പറയുന്നത്, ഈ ആകാശവും ഭൂമിയും ഒക്കെ ഒഴിഞ്ഞു അതായത് ഒരിക്കലും ന്യായപ്രമാണത്തിലുള്ള ഒരു കാര്യവും, ഒരു വള്ളിയും പുള്ളിയും പോകാൻ പാടില്ല. എപ്പോൾ വരെ? ആകാശവും ഭൂമിയും ഉള്ളിടത്തോളം കാലം പോകാൻ പാടില്ല. എന്നിട്ട് ജീസസ് ക്രൈസ്റ്റ് 19-ാമത്തെ വചനത്തിൽ പറയാണ്, ആകയാൽ അതുകൊണ്ട് ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്നിനെ എങ്കിലും ലംഘിച്ച് മനുഷ്യരെ അങ്ങനെ ഉപദേശിക്കുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. എന്നാലോചിച്ച് നോക്കിയാൽ ജീസസ് ക്രൈസ്റ്റ് പറയാണ്, ഈ ന്യായപ്രമാണത്തിൻ്റെ ഒരു വള്ളി പുള്ളി പോകാൻ പാടില്ല, ഒരിക്കലും പോകാൻ പാടില്ല. ആകാശവും ഭൂമിയും ഉള്ളിടത്തോളം കാലം പോകാൻ പാടില്ല. മാത്രമല്ല, ഈ ന്യായപ്രമാണത്തിലെ എന്തെങ്കിലും ചെറിയൊരു കാര്യം ആരെങ്കിലും അതിനെതിരായിട്ട് പഠിപ്പിച്ചാൽ അയാൾ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് പറയപ്പെടും. ഇതിൻ്റെ ഏതെങ്കിലും ചെറിയൊരു കാര്യം പ്രവർത്തിച്ചാൽ, അതിനെ ഉപദേശിച്ചാൽ, അത് സ്വർഗരാജ്യത്തിൽ അവൻ ഏറ്റവും വലിയവനെന്ന് പറയപ്പെടും, അല്ലേ? അപ്പം ഇത് ഇന്ന് സെയിൻറ്റ് പോൾ വന്നിട്ട് ഈ കംപ്ലീറ്റ് ന്യായപ്രമാണത്തിനെ വേണ്ടെന്ന് വെച്ച്, ന്യായപ്രമാണത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഈ നമ്മുടെ ഈ ബാർട്ട് എർമൻ എന്ന് പറയുന്ന ഒരു പ്രൊഫസർ ഇവിടെ വളരെയധികം ഈ ക്രിസ്ത്യാനിറ്റിയിൽ വളരെയധികം ജ്ഞാനമുള്ള, പല ഡോക്ടറേറ്റും ഉള്ള ഒരു സ്കോളറാണ്, ബൈബിളിൻ്റെ സ്കോളറാണ് ഡോക്ടർ ബാർട്ട് എർമൻ. ആക്ച്വലി അദ്ദേഹം താമസിക്കുന്നത്
ഇവിടുന്ന് എൻ്റെ നമ്മുടെ ഈ ഷാർലറ്റിൽ നിന്ന് 2 മണിക്കൂർ ദൂരത്തിലാണ് ചാപ്പൽ ഹിൽ എന്ന് പറയുന്ന സ്ഥലം. ചാപ്പൽ ഹില്ലിലെ അവിടുത്തെ ഡ്യൂക്ക് യൂണിവേഴ്സിറ്റിയിലാണ് പഠിപ്പിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ കുറേ പുസ്തകങ്ങളുണ്ട്. എൻ്റെ അടുത്ത് കുറേ പുസ്തകങ്ങളുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇദ്ദേഹം പറയുന്നത് ഇംഗ്ലീഷിൽ പറയാണ്. ഇദ്ദേഹം പറയുന്നത് ഇറ്റ് ബിക്കെയിം ജീസസ് ക്രൈസ്റ്റ് കൊണ്ടുവന്ന് ഇറ്റ് ചേഞ്ച്ഡ് ഫ്രം ദി റിലീജിയൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ടു ദി റിലീജിയൻ എബൌട്ട് ജീസസ് ക്രൈസ്റ്റ്. അതായത് മലയാളത്തിൽ എങ്ങനെ പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ജീസസ് ക്രൈസ്റ്റ് കൊണ്ടുവന്ന ദീൻ റിലീജിയൻ അത് മാറ്റിയിട്ട് ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ചുള്ള ദീനാക്കി. മനസ്സിലായില്ലേ? ജീസസ് ക്രൈസ്റ്റ് കൊണ്ടുവന്ന ദീൻ എന്ന് പറയുന്നത് നിയമം, മറ്റേ കമാൻഡ്മെൻറ്റ്സ് പാലിക്കുക, എല്ലാ മോസസും അതേപോലെ തന്നെ അതിന് മുമ്പുള്ള പ്രവാചകന്മാരൊക്കെ പഠിപ്പിച്ച കാണിച്ചു തന്ന മാതൃകയിലാണ് ജീസസ് ക്രൈസ്റ്റ് ജീവിച്ചതും അങ്ങനെയാണ് ചെയ്യാനും പഠിപ്പിച്ചത്. ഈ ന്യായപ്രമാണം ഈ ആകാശങ്ങളും ഭൂമിയും ഉള്ളിടത്തോളം കാലം പോകാൻ പാടില്ല, അത് പ്രാക്ടീസ് ചെയ്യണമെന്ന് നിർബന്ധമായി പഠിപ്പിച്ചു അല്ലേ? എന്നിട്ടാണ് ജീസസ് ക്രൈസ്റ്റ് പോയത്. അപ്പം നമ്മളെന്ത് ചെയ്തു? അതിനെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ ജീസസ് ക്രൈസ്റ്റ് പ്രാക്ടീസ് ചെയ്ത ദീൻ റിലീജിയൻ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ആ ദീൻ നമ്മൾ ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ചുള്ള ദീനാക്കി. ഇതാണ് ബാർട്ട് എർമം. ഈ ഡോക്ടറേറ്റുള്ള ആളാണ്. അയാൾ പറയാണ് they changed the religion of Jesus Christ to a religion about Jesus Christ. ഇനി ജീസസ് ക്രൈസ്റ്റിനെ കുരിശിൽ കയറ്റുക. ജീസസ് ക്രൈസ്റ്റ് വന്നത് നമ്മുടെ പാപം മാറ്റാനാണ്. ജീസസ് ക്രൈസ്റ്റിൻ്റെ കുരിശിൽ കയറ്റിയത് നമുക്ക് വേണ്ടിയാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ പാപങ്ങൾ ഇതെല്ലാം മാറി. ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞതെല്ലാം മാറി. ഇപ്പോൾ ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ചുള്ള ഒരു റിലീജിയനാക്കി മാറ്റി. ഇത് ഞാനല്ല പറയുന്നത്, ഡോക്ടർ ബാർട്ട് എർമൻ ബൈബിളിൽ വളരെ അധികം പാണ്ഡിത്യമുള്ള ഒരാളാണ്. അയാളുടെ കുറേയധികം പുസ്തകങ്ങൾ ഇവിടെ എൻ്റെ അടുത്തുണ്ട്. ഞാൻ അടുത്ത പ്രാവശ്യം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. അപ്പം ജീസസ് ക്രൈസ്റ്റ് ഇത് കാരണമാണ് ജീസസ് ക്രൈസ്റ്റ് അവസാനം പറഞ്ഞത്. ഇത് നമുക്ക് മാത്യുവിൽ 7-ാമത്തെ ചാപ്റ്റർ 21-23 നമുക്ക് കാണാം. ജീസസ് ക്രൈസ്റ്റ് പറയാണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. ഇത് തന്നെ നമുക്ക് ഖുർആനിൽ ഇതേപോലെ തന്നെ മെസ്സേജ് ഖുർആനിലും കാണാം. ജീസസ് ക്രൈസ്റ്റ് പറയാണ്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനും സ്വർഗരാജ്യത്തിൽ കടക്കയില്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ കടക്കുന്നത്. നോക്കിയേ, ജീസസ് എന്താ പറയുന്നത്? എൻ്റെ അടുത്ത് വന്നിട്ട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനും കടക്കത്തില്ല, സ്വർഗരാജ്യത്തിൽ കയറത്തില്ല. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ ആണ്. അതെ, പിതാവെന്ന് ജീസസ് ക്രൈസ്റ്റിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ ദൈവം, എൻ്റെ റബ്ബ്, എൻ്റെ ഗാഡിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ കടക്കുന്നത്. എന്നിട്ട് പറയാണ്, അന്നാളിൽ പലരും എന്നോട് കർത്താവേ കർത്താവേ നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യ പ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പറയും. അത് ആൾക്കാരൊന്ന് പറയും, ജീസസ് ക്രൈസ്റ്റ് കർത്താവേ കർത്താവേ ഞങ്ങൾ നിങ്ങളുടെ നാമത്തിൽ ശൈത്താനെ ഇറക്കി, ഡെവിൾസിനെ ഇറക്കി, നമ്മൾ മറ്റേ വളരെയധികം ആശ്ചര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അത് ചെയ്ത് ഇതൊക്കെ പറയും, നമ്മൾ രോഗശമനം വരുത്തി ഇതൊക്കെ ചെയ്ത് ജീസസ് ക്രൈസ്റ്റിൻ്റെ മറുപടി എന്താ? അപ്പോൾ ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ എന്ന് തീർത്ത് പറയും. ആരാ പറയുന്നത്? ജീസസ് ക്രൈസ്റ്റ്. ആരോടാ പറയുന്നത്? ഈ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ച ആൾക്കാർ, എൻ്റെ പേരെടുത്തിട്ട് അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുന്ന ആൾക്കാരെ ജീസസ് ക്രൈസ്റ്റ് പറയാൻ, ഇതാണ് അവർക്ക് കൊടുക്കാൻ പോകുന്ന റിപ്ലൈ എന്ന് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. ഇത് തന്നെയാണ് നമുക്ക് ഖുർആനിലും കാണാം. പടച്ചവൻ ജീസസ് ക്രൈസ്റ്റിനെ വിളിച്ച് ചോദിക്കുകയാണ്. ജീസസ് ക്രൈസ്റ്റ് ചോദിക്കുകയാണ്, നിന്നെയും നിൻ്റെ മാതാവിനെയും അള്ളാഹുവിനെ കൂടാതെ വേറൊരു ഈ 2 പേരെയും കൂടെ അള്ളാഹുവിനെ കൂടാതെ, അതായത് 3 പേരെ ഈ ആരാധിക്കാൻ നീ പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ ജീസസ് ക്രൈസ്റ്റ് ഖുർആനിലുള്ളതാണ്, പറയാണ്, പടച്ചവനെ എനിക്ക് പറയാൻ പാടില്ലാത്ത ഒരു കാര്യം ഞാൻ എങ്ങനെ പറയും? ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അതറിയുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അവർക്ക് വിറ്റ്നസ് ആയിരുന്നു, എന്നെ നീ എടുത്ത ശേഷം പിന്നെ നീ അവർക്ക് വിറ്റ്നസ്സാണ്. നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിൻ്റെ അടിമകളാണ്. നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ അത് നിനക്ക് അതിനുള്ള അധികാരമുണ്ട്, നീ റഹ്മാനാണ് എന്ന് പറയും. അപ്പം ആലോചിച്ച് നോക്കിക്കേ,
ഇവിടെ ഇനിയിപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, അതായത് ഈ അള്ളാഹുവിന് ഈ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് അവിടെ മേരിയെ എങ്ങനെ കൊണ്ടുവന്നു എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ചാറ്റ് GPT ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ പഴയ കാലത്ത് ഈ അറബിക്ക് സംസാരിക്കുന്ന ക്രിസ്ത്യാനികൾ റോമൻ സാമ്രാജ്യത്തിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആ തബൂക്ക് ആ ഏരിയയിലൊക്കെ ഉണ്ടായിരുന്ന കുറേ അറബിക്ക് സംസാരിക്കുന്ന ക്രിസ്ത്യാനികൾ അവർ മേരിയെ ആരാധിച്ചിരുന്നു എന്ന് ചാറ്റ് GPT സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. എപ്പേഫാനിയോസ് അങ്ങനെ ഒരാളുടെ പേരാണ് പറയുന്നത്. അയാളുടെ പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ടെന്ന് ചാറ്റ് GPT പറയുന്നു. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, യഹൂദ മതക്കാർ ജീസസ് ക്രൈസ്റ്റ് വന്നപ്പം ഏത് ആറ്റിറ്റ്യൂഡ് കാണിച്ചോ, അതായത് വി ഡോണ്ട് കെയർ എന്ന് കാണിച്ചോ, അതേ ആറ്റിറ്റ്യൂഡാണ് ഇന്ന് നമ്മുടെ ക്രിസ്തീയ സഹോദരന്മാർ അറിവില്ലായ്മ കൊണ്ടാണ്. പക്ഷെ നമ്മൾ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് വി ഡോണ്ട് കെയർ. ജീസസ് എന്ത് പറഞ്ഞോ അത് ഞങ്ങൾക്ക് പ്രോബ്ലം അല്ല, ജീസസ് പറഞ്ഞത് നമുക്ക് പ്രോബ്ലം അല്ല, ജീസസ് പറഞ്ഞത് അങ്ങനെയല്ല, സെയിൻറ്റ് പോൾ പറഞ്ഞതാണ് ശരി എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് ഇന്നുള്ളത്. അതിനാണ് ജീസസ് ക്രൈസ്റ്റ് ഇവിടെ പറഞ്ഞത്, എനിക്ക് നിങ്ങളെ അറിഞ്ഞുകൂടാ, എനിക്ക് നിങ്ങളെ കാണണ്ട, നിങ്ങൾ പൊയ്ക്കോ ഇവിടെ എന്ന് പറഞ്ഞ് ജീസസ് ക്രൈസ്റ്റ് റിപ്ലൈ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് ഒരു ഡേഞ്ചറസ് ആറ്റിറ്റ്യൂഡാണ്. എന്തുകൊണ്ടാണ് നമ്മൾ മുസ്ലിങ്ങൾ എന്തുകൊണ്ടാണ് ഇതെടുത്ത് പറയുന്നത്? കാരണം നാളെ നമ്മുടെ ക്രിസ്തീയ സഹോദരന്മാർ ഖുർആനിൽ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഖുർആൻ ഈ സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്യൂച്ചറിൽ നമ്മുടെ ക്രിസ്തീയ സഹോദരന്മാർ നഷ്ടത്തിലാകാൻ പാടില്ല. ഈ ജീസസ് ക്രൈസ്റ്റിൻ്റെ പേരിൽ ജീവിതം മൊത്തം ചിലവാക്കി ഒരു റോങ് ഐഡിയോളജിയുടെ പേരിൽ കാര്യങ്ങൾ ചെയ്ത് അത് ശരിയായ ഐഡിയോളജി ആണെന്നുള്ള ധാരണയിൽ സിൻസിയറായിട്ട്, പക്ഷേ ഐഡിയോളജി റോങ് ആയിപ്പോയി അവസാന സമയത്ത് നഷ്ടക്കാരായി പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് പറയുന്നത്. അല്ലാതെ നമുക്ക് ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള വിദ്വേഷമോ അല്ലെങ്കിൽ വേറെ യാതൊരു തരത്തിലുള്ള ദുരുദ്ദേശവും ഇല്ല. അപ്പം നമ്മൾ ആലോചിക്കുന്നത്, നമ്മൾ ക്രിസ്തീയ സഹോദരന്മാരോട് ഇത് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ജീസസ് ക്രൈസ്റ്റിനെ കുറ്റം പറയുന്നില്ല, ബൈബിളിനെ നമ്മൾ കുറ്റം പറയുന്നില്ല. നമ്മൾ പറയുന്നത് തെറ്റുകൾ തിരുത്തുക എന്നുള്ളതാണ്. നമ്മൾ പറയുന്ന ലാംഗ്വേജ് എപ്പോഴും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാംഗ്വേജ്. നമുക്ക് എഡ്യൂക്കേഷണലായിട്ട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. പക്ഷെ നമ്മുടെ മര്യാദ, നമ്മുടെ ഭാഷ, നമ്മൾ ജീസസ് ക്രൈസ്റ്റിനെയോ മറിയത്തിനെയോ അലൈഹിസ്സലാം ഒരു കാരണവശാലും നമ്മൾ അവരെ ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ അവരെ കുറ്റം പറയുകയോ നമ്മൾ ചെയ്യില്ല. നമ്മൾ പറയുന്നത്, നിങ്ങൾ നോക്ക്, അതായത് നിങ്ങളുടെ തന്നെ പുസ്തകത്തിൽ, നിങ്ങളുടെ തന്നെ ബൈബിളിൽ ജീസസ് പറഞ്ഞ കാര്യങ്ങൾ നോക്ക്. സെയിൻറ്റ് പോൾ പറഞ്ഞ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. സെയിൻറ്റ് പോളിന് കൊടുക്കുന്ന പ്രാധാന്യതയ്ക്ക് മുമ്പ് ജീസസിന് ആദ്യം പ്രാധാന്യത കൊടുക്കുക. ജീസസ് പറഞ്ഞ കാര്യങ്ങൾ, ജീസസ് പഠിപ്പിച്ച കാര്യങ്ങൾ സെയിൻറ്റ് പോൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സെയിൻറ്റ് പോളിന് നന്ദി, സെയിൻറ്റ് പോൾ താങ്ക് യു. ജീസസ് പഠിപ്പിച്ചതിന് വിപരീതമായിട്ട് സെയിൻറ്റ് പോൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സെയിൻറ്റ് പോളിനെ നമ്മൾ ഫോളോ ചെയ്യണോ, ജീസസിനെ ഫോളോ ചെയ്യണോ? ഇതാണ് നിങ്ങളുടെ ചോദ്യം, ഇതാണ് നിങ്ങളുടെ ചോദിക്കാനുള്ള ചോദ്യം. അപ്പോൾ താങ്ക് യു വെരി മച്ച്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്രീഷിയേറ്റ് ദാറ്റ്. അസ്സലാമു അലൈക്കും. താങ്ക് യു വെരി മച്ച്.